ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. ഫുൾ മൂൺ റിച്വലാണ് പറയാൻ പോകുന്നത്. ഓഗസ്റ്റ് 9-നായിരുന്നു ഫുൾ മൂൺ. പക്ഷെ നമ്മൾ ആ റിച്വൽ ചെയ്യാൻ പോകുന്നത് 10-ന് അല്ലെങ്കിൽ 11-നാണ്. നിങ്ങൾക്ക് ഏത് ദിവസമാണ് സൗകര്യം അത് ചെയ്യാം. കാരണം 88 പോർട്ടലായിരുന്നു. 88 പോർട്ടലിൻ്റെ എഫക്റ്റ് ഓഗസ്റ്റ് 9 വരെ ഉണ്ടായിരുന്നു. ഈ ഒരു റിച്വലിലൂടെ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ബിലീഫ്സിനെ റിലീസ് ചെയ്യുകയും അവിടെ പോസിറ്റിവിറ്റി നിറയ്ക്കുകയും ചെയ്യുന്നു. ഈ ഒരു റിച്വൽ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു ദീപം, പേപ്പർ, പെന്ന്, റോസ് വാട്ടർ, ചുവന്ന നൂല് നമ്മളെപ്പോഴും സാധാരണ കയ്യിൽ കിട്ടുന്ന ചുവന്ന നൂലാകാം, അതല്ലെങ്കിൽ തയ്ക്കുന്ന നൂല് അതായാലും എടുക്കാം. ചുവപ്പ് കിട്ടിയില്ലെങ്കിൽ കറുപ്പായാലും യൂസ് ചെയ്യാം. ആദ്യം അന്നത്തെ ദിവസം വീടും പരിസരമൊക്കെ ശുചിയാക്കി വയ്ക്കുക. എന്നിട്ട് വീടും പരിസരവും പുക കൊടുത്തുകൊണ്ട് ക്ലെൻസ് ചെയ്യുക. അത് നമുക്ക് കുന്തിരിക്കമോ സാബ്രാണിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പുകയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാം: എനിക്ക് ആവശ്യമില്ലാത്ത എല്ലാ എനർജീസും ഞാൻ റിലീസ് ചെയ്യുന്നു. എൻ്റെ ചുറ്റുപാടും ശുദ്ധീകരിക്കപ്പെടുന്നു. എൻ്റെ മുറി, എൻ്റെ വീട്, പരിസരം എല്ലാം ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറയാം. എന്നിട്ട് ദീപം തെളിയിക്കുക. ആ പേപ്പർ എടുക്കുക. പേപ്പറിനെ 2 ഭാഗങ്ങളായിട്ട് മടക്കുക, ഇടതും വലതും. എന്നിട്ട് ഇടത് വശത്ത് നമ്മൾ ലിമിറ്റിംഗ് ബിലീഫ്സ് എഴുതുന്നു, റൈറ്റ് സൈഡിൽ അതിൻ്റെ പോസിറ്റീവ് തിങ്സും എഴുതുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളിൽ എന്തൊക്കെയാണ് നെഗറ്റീവ് ബിലീഫ്സ് ഉള്ളതെന്ന് കണ്ടെത്തി അതാണ് എഴുതേണ്ടത്. അതാദ്യമേ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക, എന്താണ് എഴുതേണ്ടതെന്നുള്ളത്. ഞാനിവിടെ 4 കാര്യങ്ങൾ എക്സാമ്പിളായിട്ട് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ റിലീസാക്കാനുള്ളത് അത് നിങ്ങൾ എഴുതുക. ഒന്നാമത്തത്, എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല. അതിന് ഓപ്പോസിറ്റ് സൈഡിൽ എഴുതാം, വളരെയധികം കോൺഫിഡൻ്റ് ആണ്. 2, പണം സമ്പാദിക്കലും അത് ചിലവാക്കലും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓപ്പോസിറ്റ് സൈഡിൽ എഴുതാം, ഞാൻ പ്രതീക്ഷിക്കുന്ന രീതിയിലും അപ്രതീക്ഷിതമായ രീതിയിലും പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ആ പണം വളരെ കൃത്യമായി വിനിയോഗിക്കുവാനും എനിക്ക് സാധിക്കുന്നു. 3, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തികളെല്ലാവരും എന്നെ വേദനിപ്പിക്കുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ എഴുതാം, ഞാൻ ദയുള്ളതും ബഹുമാനമുള്ളതുമായ സ്നേഹം ആകർഷിക്കുന്നു. 4, എനിക്കെപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഓപ്പോസിറ്റിൽ ഞാൻ എൻ്റെ ശരീരവും മനസ്സും ആത്മാവും എന്നും പരിപോഷിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇനി ആ നൂലെടുത്ത് ഇടത് കയ്യിൽ ചുറ്റിയാണ് വേണ്ടത്, കെട്ടിവെക്കരുത്, ചുറ്റിയാണ് വേണ്ടത്. ഓരോ പ്രാവശ്യം ചുറ്റുമ്പോഴും ഓരോ ലിമിറ്റിംഗ് ബിലീഫ്സ് പറയാം. അത് ചുറ്റി ഒന്ന് അഴിഞ്ഞു പോകാത്ത വിധം വയ്ക്കുക, ഇറുക്കി കെട്ടരുത്, നമുക്ക് അഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത് ഒരിടത്ത് സമാധാനമായി ഇരുന്ന ശേഷം ലം എന്ന് ചാൻറ്റ് ചെയ്യുക. ഒരു 3 to 5 minutes ലം എന്ന് ചാൻറ്റ് ചെയ്യുക. അത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ചാൻറ്റ് ചെയ്യുക. ഒരു വൈബ്രേഷൻ ബോഡിക്ക് ഉണ്ടാവണം. ആ ചാൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മുടെ ശരീരത്തിൽ നിന്നും താഴേക്ക് പോയി പാദത്തിലൂടെ ഭൂമിയിലേക്ക് റിലീസാകുന്നതായിട്ട് സങ്കല്പിക്കുക. ഇനി ആ നൂലിനെ അഴിക്കുക. നമ്മൾ കെട്ടിയ ഡയറക്ഷൻ ഓപ്പോസിറ്റായിട്ട് അഴിക്കുക. ഓരോ ചുറ്റും അഴിക്കുമ്പോഴും ഓരോ പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞുകൊണ്ട് അഴിക്കുക. അഴിച്ചിട്ട് ഈ പേപ്പറിനൊപ്പം വയ്ക്കുക. അതിനുശേഷം റോസ് വാട്ടർ എടുത്ത് മുഖത്തും 2 കൈകളുടെ പത്തിയിലും തേച്ചിട്ട് ഈ കൈപ്പത്തി കൊണ്ട് ഹാർട്ട് ചക്രയിൽ 2 കൈപ്പത്തിയും വെച്ച ശേഷം പറയാം: എൻ്റെ എല്ലാ ലിമിറ്റിംഗ് ബിലീഫ്സും ഞാൻ റിലീസ് ചെയ്യുന്നു. ലിമിറ്റിംഗ് ബിലീഫ്സിനെ എന്നിൽ നിന്നും പോകാൻ അനുവദിക്കുന്നു. ഞാൻ ഇപ്പോൾ എല്ലാ ലിമിറ്റിംഗ് ബിലീഫ്സിൽ നിന്നും മുക്തയാണ് അല്ലെങ്കിൽ മുക്തനാണ് എന്ന് പറയാം. ഇനി ഈ നൂലിനെ ആ പേപ്പറിൽ പൊതിഞ്ഞ് നമുക്ക് അങ്ങനെ തന്നെ ഒരു ചെടിയുടെ ചുവട്ടിൽ കുഴിച്ചിടാം, അതല്ലെങ്കിൽ കത്തിച്ച ശേഷം ആ ചാരത്തെ കുഴിച്ചിടാം. ഓക്കെ ഡിയർ, ഇത്തരത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സിനെ നമ്മൾ എർത്തിലേക്ക് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം പോസിറ്റീവ് എനർജീസിനെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുകയും ചെയ്യുന്നു. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.